ദേ ഇന്ന് നമ്മളുള്ളത് പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിലുള്ള മീൻമുട്ടി വാട്ടർഫാൾസിലാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൊന്മുടി ഹില്ലെല്ലാം കണ്ടു. അത് കഴിഞ്ഞത് മീൻമുട്ടി വാട്ടർഫാളിലേക്ക് എത്തി. നമ്മൾ നേരത്തെ കണ്ട മെയിൻ ഗേറ്റ് എൻട്രൻസിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ അകത്തോട്ട് കയറി. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. കുറച്ച് ഓഫ് റോഡൊക്കെയാണ് കാർ ഇങ്ങോട്ട് കയറി വരുന്ന വഴിയൊക്കെ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തു. എന്നാലും വണ്ടി ഡ്രൈവ് ചെയ്ത് തരാൻ പറ്റുന്നൊരു കുഴപ്പമില്ലാത്ത റോഡാണ്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫസ്റ്റ് നമ്മൾ മീൻമുട്ടി വാട്ടർഫാളിലേക്ക് പോകുമ്പോൾ കാണുന്നത് ഒരു ചെറിയൊരു സൈഡിലായിട്ടൊരു ആറാണ്. അതായത് വാട്ടർഫാളിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് വെള്ളം ഒഴുകി വരുന്നൊരു ഭാഗമാണ്. പിന്നെ ഇവിടെ സന്ദർശകരുടെ ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞ് സേഫ്റ്റിക്ക് കുറേ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇവിടെ നമ്മളൊരു ട്രക്ക് ചെയ്താണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അതായത് നടന്ന് തന്നെയാണ് പോകുന്നത്. ഫോറസ്റ്റിനകത്തൂടെ നമുക്ക് സേഫായിട്ട് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മൾ പോകുന്ന വഴിക്ക് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് സൈഡിൽ കൂടെ ഒരു സൈഡ് റൈറ്റ് സൈഡിൽ ഫോറസ്റ്റും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരു പക്ക ഒരു ഫോറസ്റ്റ് ആംബിയൻസ് മീൻസ് ആ ഫോറസ്റ്റ് അതുപോലെ തന്നെ ഒരു വഴി മാത്രം വെട്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ നടന്ന് പോകുന്ന വഴിക്ക് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലങ്ങളുള്ളത് കൊണ്ട് തന്നെ അത് അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വന്നത് ഒരുപാട് വലിയ മഴ സമയത്തല്ല, അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും. ഇതുപോലെ ഇറങ്ങി വന്ന് ഈ പാറയുടെ അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകാം. അവിടെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പക്കയായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ പറയുന്നത്. വെള്ളത്തിലിറങ്ങി കുളിക്കാനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. കൂടുതൽ ആൾക്കാരും ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. സാധാരണ ഉള്ള പോലെ ഒരു ഫോറസ്റ്റ് ട്രെക്കിംഗ് അല്ല. നമുക്ക് നമ്മുടെ കൂടെ ഗൈഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നമുക്ക് തന്നെ നടന്ന് പോകാം. ഒറ്റ വഴി തന്നെയാണുള്ളത്. എല്ലായിടത്തും സൈൻ ബോർഡ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നിശ്ചിത ഡിസ്റ്റൻസ് കഴിയുമ്പോഴത്തേക്ക് എല്ലായിടത്തും സെക്യൂരിറ്റി ഗാർഡ്സ് ഈ ഫോറസ്റ്റിനകത്ത് പോകുന്ന വഴി തന്നെ ഉണ്ട്. ഇതിനകത്തേക്ക് എൻട്രൻസ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 9 മണിക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെയാണ് കേട്ടോ ടൈമിംഗ് ഉള്ളത്. നമ്മൾ പൊന്മുടിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട്. നമ്മൾ കയറുമ്പം തന്നെ ആ ഫസ്റ്റ് കണ്ട വീഡിയോയുടെ സ്റ്റാർട്ടിങ് കണ്ട പോലെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ 40 രൂപയാണ് നമുക്ക് അഡൽട്ടിന് വരുന്നത്. ഒരാൾക്ക് 40 രൂപയാണ് വരുന്നത് എൻട്രൻസ്. അതുപോലെ നമുക്ക് കാറുണ്ടെങ്കിൽ കാറിന് 40 രൂപ വരുന്നുണ്ട്. കുട്ടികളുണ്ടെങ്കിൽ 20 രൂപയാണ് കുട്ടികൾക്ക് ചാർജ് വരുന്നത്. അതുപോലെ ബൈക്കാണെങ്കിലും 20 രൂപയാണ് ചാർജ് വരുന്നത്. ഇത് നമ്മൾ കയറി വന്നപ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ആ പാറയിലേക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റും. ഒരു ഹെവി മഴയുള്ള സമയത്തൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് സേഫായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഈ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും എൻഡിലാണ് ആ ഒരു വലിയ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു പക്ക ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഈ കാട്ടിനകത്തൂടെ ട്രക്ക് ചെയ്ത് പോകുന്നത് കേട്ടോ. കൂടുതലും ഫാമിലീസും കുട്ടികളും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. എല്ലാവർക്കും സേഫായിട്ട് നടന്നു പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമുക്ക് ഇങ്ങോട്ട് എത്താനായിട്ട് 1 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ആ 1 കിലോമീറ്റർ നടന്നു പോകുമ്പോൾ നമുക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാടിൻ്റെ സൗണ്ടും മരങ്ങളും കാര്യങ്ങളും കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് ഇതിനകത്തൂടെ നമുക്ക് നടന്നു പോകാൻ. അധികം ചൂടുമില്ല. ട്രക്കിങ്ങും അതുപോലെ ഫോറസ്റ്റ് സഫാരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മുടെ പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിലുള്ള കല്ലാർ മീൻമുട്ടി വാട്ടർഫാളിലേക്ക് പോകുന്ന ആ ട്രക്കിംഗ് ഏരിയ. ഒരു 1 കിലോമീറ്റർ ഇത് കണ്ടോ, മീൻമുട്ടിന്ന് എഴുതി 1 കിലോമീറ്റർ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വഴികളൊക്കെ കണ്ടില്ലേ, ഫുള്ള് മരത്തിൻ്റെ വേരൊക്കെ ഇറങ്ങി കുറേ കല്ലൊക്കെ വെച്ചിട്ട്, അതായത് കാട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഒരു വഴി ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. പിന്നെ മീൻമുട്ടി കാണാൻ വരുന്നവർക്ക് പൊന്മുടിയിലെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെ അത് പോയി കാണണം. പോകുന്ന വഴിയെല്ലാം ഫുള്ളും മരങ്ങളായി ചുറ്റപ്പെട്ടതുകൊണ്ടും അതുപോലെ ഈ മുളയുടെ ചോലകളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നതുകൊണ്ടും അധികം വെയിലൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു തണുത്ത കാലാവസ്ഥയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ക്ഷീണം അങ്ങനെ ഫീൽ ചെയ്യത്തില്ല ഈ വഴി നടന്നു പോകുമ്പോൾ. നമ്മളൊരു ഉൾക്കാട്ടിലൂടെ പോകുന്ന ഫീൽ പോലെ ഉണ്ടാവും. ഒരു വലിയ മരമൊക്കെ വീണിങ്ങനെ കിടക്കുന്നൊരു കാഴ്ച നമുക്കിവിടെ കാണാം. പിന്നെ ആ കാടിൻ്റെ ഒരു സൗണ്ട് നമുക്ക് പക്കയായിട്ട് ആ ചീവീടിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യാം കേട്ടോ ഇതിനകത്തൂടെ നടന്നു പോകുമ്പോൾ. ഞങ്ങളിവിടെ സെക്യൂരിറ്റി ഗാർഡ്സിനോട് ചോദിച്ചപ്പോൾ ഇവിടെ അങ്ങനെ മൃഗങ്ങളുടെ ശല്യം അങ്ങനെ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമൊന്നും അല്ല. പക്ഷേ കാടിൻ്റെ ഒരു പക്ക ഫീൽ കിട്ടും. നമുക്കൊരു ഫോറസ്റ്റിനകത്തൂടെ തന്നെ നടന്നു പോകുന്നത് ആ ഒരു ആംബിയൻസും കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വലിയ മരങ്ങളുടെ വേരും കാര്യങ്ങളൊക്കെ അത് ആ വേരുകൾ തന്നെ സ്റ്റെപ്പ് പോലെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെയുള്ള വലിയ പാറകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് നമ്മൾ ഈ നടന്ന് വന്ന് നമ്മൾ കാണാൻ പോകുന്ന ആ വെള്ളച്ചാട്ടം വരെ എത്താനായിട്ട് 1 കിലോമീറ്റർ ദൂരം വരുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് വഴി അല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കൽപ്പടവുകളും കാര്യങ്ങളും ഒക്കെ കയറി പോകേണ്ടതുകൊണ്ടും ചെറിയ വഴികളായതുകൊണ്ടും നല്ല സമയമെടുക്കും. നമ്മൾ പോയിട്ട് വരാനായിട്ട് ഏകദേശം ഒരു 1 ഹവറോളം എടുക്കും നമ്മൾ പോയിട്ട് തിരിച്ചു വരാനായിട്ട്. അങ്ങനെ ഞങ്ങളിത് ഏകദേശം ടോപ്പിലെത്തി. നമുക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്ന് കാണാൻ വന്നത് നമ്മുടെ കല്ലാർ മീൻമുട്ടി വാട്ടർഫാൾ.